Hi everyone, welcome back to my YouTube channel creativediyy Lincy. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഒരു ഓണം ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. പൂക്കളില്ലാതെ എങ്ങനെ പൂക്കളം ഇടാമെന്ന് നോക്കാം. സോ അതുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്കൊരു കേക്ക് ബോർഡ് വേണം. ഇത് വലിയ കുഴപ്പമില്ലാതിരിക്കുക, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. പിന്നെ കുറച്ച് A4 ഷീറ്റ് കളർ പേപ്പർ വേണം. ഞാൻ എടുത്തിരിക്കുന്ന കളേഴ്സ് റെഡ്, യെല്ലോ, ഗ്രീന് ആൻഡ് ഓറഞ്ച്. ഗ്രീന് കാണുമ്പോൾ ബ്ലൂ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ, ശരിക്കും ഗ്രീൻ കളറാണ്. സോ പിന്നെ വേണ്ടത് നമുക്ക് സിസേഴ്സ് വേണം, ഫെവിക്കോൾ വേണം, ദെൻ സ്കെയിൽ ആൻഡ് പെൻസിൽ വേണം, ദെൻ ഒരു ടൂത്ത് പിക്കും കൂടെ വേണം. സോ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കണം. പിന്നെ അതിൽ 6 cm by 6 cm മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അപ്പോൾ ഇനി ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കണം. then again triangle, again triangle, again triangle. ഇനി ഇതൊരു പെറ്റൽ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. ഇനി അത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ 3/4 പോർഷൻ കട്ടിങ് എടുക്കണം. എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ, ആ പെറ്റൽസ് മുഴുവൻ തുറന്നിട്ട് ഇങ്ങനെ 3/4 ഇല്ലെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങറ്റം വരെ പോരുത്, നമ്മുടെ പൂ കീറിപ്പോവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടൂത്ത് പിക്ക് എടുക്കണം. എന്നിട്ട് ഒരു പെറ്റലിൻ്റെ മുകളിൽ ഇങ്ങനെ നടുക്കായിട്ട് വെക്കണം. എന്നുവെച്ചാൽ രണ്ട് സൈഡിലും ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ പെറ്റൽസ് മുഴുവൻ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇനി ഒരു 7.5 cm കൂടെ ഇതേപോലെ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു റെഡ് സ്ട്രിപ്പ് എടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് റോൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഗമ്മിട്ട് ഒട്ടിക്കുക. ദെൻ നമുക്കൊരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ തിൻ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ അങ്ങ് മുറിക്കുക. എന്നുവെച്ചാൽ അതിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് അതിങ്ങനെ കട്ടിങ് കൊടുക്കുക. നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ നേരത്തെ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലാവൻഡർ ഫ്ലവർ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ ഇതേപോലെ കട്ട് ചെയ്യുക. ഇത് റിയലി പൂവിൻ്റെ നടുക്ക് കൊടുക്കുന്ന സാധനമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മുടെ ആ റെഡ് കളറിലെ നമ്മളൊരു ചെറുതായിട്ട് പേപ്പർ റോൾ ചെയ്തില്ലേ, അതിലോട്ട് അതിൻ്റെ ചുറ്റിനായിട്ട് ഇത് ഗമ്മിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. ഇതിൻ്റെ ബാക്കിയായിട്ട് എക്സ്ട്രാ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, അത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അത് നമ്മുടെ പൂവിൻ്റെ ഒരു പെറ്റൽ ലെയറിൻ്റെ നടുക്കായിട്ട് ഒട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പേപ്പർ ട്യൂബ് എടുത്തിട്ട്, പേപ്പർ ചുമ്മാ ചുറ്റിയെടുത്ത ട്യൂബാണ്, അത് ഇവിടെ നടുക്ക് മറ്റേ ലെയറിൻ്റെ നടുക്ക് ഒട്ടിക്കുക. കാരണം നമുക്ക് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഈ ലെയർ ഒട്ടിക്കുക. ശരിക്കും കാണിച്ചു തരാം. നമുക്ക് ആ ഫ്ലവർ ഒട്ടിക്കുമ്പോൾ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ലെയറിൻ്റെ മുകളിൽ എത്ര ലെയേഴ്സ് വേണമെങ്കിലും, മുകളിലോ താഴെയായിട്ടോ ലെയേഴ്സ് എത്ര വേണമെങ്കിലും, എത്ര വലിയ പൂ വേണമെങ്കിലും ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഇത് ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് ഞാൻ ലീഫ് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇലയുടെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് നേരെ ഹാഫായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കേക്ക് ബോർഡിൽ ഈ ലീവ്സ് എല്ലാം ഇതേപോലത്തെ വെട്ടിയെടുത്ത ലീവ്സ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ സെയിം കളറിൽ യെല്ലോ ഫ്ലവർ ചെയ്തിട്ടുണ്ട്, വൈറ്റ് ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് കളറും ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആദ്യം ഓറഞ്ചും വൈറ്റും കൂടെ ഓൾട്ടർനേറ്റീവായിട്ട് അടുക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് യെല്ലോ ഫ്ലവർ, അത് കഴിഞ്ഞിട്ട് നടുക്ക് ഞാൻ കുറച്ച് ലീവ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിട്ടാണ്.
ദെൻ നേരെ സെൻറ്ററിൽ ഞാൻ നമ്മളുണ്ടാക്കിയ റെഡ് ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ നമ്മുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ യെല്ലോയിൽ ഓറഞ്ചും നടുക്ക് റെഡും ഓറഞ്ചുമാണ് ചുറ്റിനും കൊടുത്തിരിക്കുന്നത്. അതേപോലെ വൈറ്റിന് ഗ്രീനും റോസുമാണ്, ഓറഞ്ചിന് റെഡും യെല്ലോയും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഓഫ് പൂക്കളം ഇതാണ്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? അപ്പം ഇതിന് കൂടെ നമുക്ക് കളർ പേപ്പറേ വേണ്ടി വരുന്നുള്ളൂ. ഈവൻ കളർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്കെച്ച് പെൻ ഇട്ട് കളർ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇത് നമുക്കൊരു വോൾ ഡെക്കോറായിട്ട് വേണേൽ ബാക്കിലൊരു സ്ട്രിങ് ഇട്ട് അറ്റാച്ച് ചെയ്തിട്ട് വേണേൽ നമുക്ക് തൂക്കിയിടുകയും ചെയ്യാം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പം വീഡിയോ ഇടുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഹാപ്പി ഓണം. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.